തദനു നാഗലോകഭജനായ പുരുഹൂതേന സമാഹൃതസ്യ ഭഗവതഃ ശരഭംഗസ്യ ആശ്രമം രഘുപതി ആസസാദ. ഓരോ സീനായിട്ട് ഇങ്ങനെ കാണിക്കുക. വിരാധനെ കണ്ടു, വിരാധനോട് എതിർത്തു, വിരാധനെ കൊന്നു, വിരാധൻ്റെ ശാപമോക്ഷം. ഇനിയിപ്പോൾ മുന്നോട്ട് പോകാമല്ലോ, തടസ്സമില്ലല്ലോ. മുന്നോട്ട് പോകുമ്പോൾ ശരഭംഗൻ്റെ ആശ്രമം കാണും. ശരഭംഗ മുനി തപസ് ചെയ്യുന്ന ആശ്രമത്തിലേക്ക് ദേവേന്ദ്രൻ വന്നിരിക്കുന്നു കൂട്ടിക്കൊണ്ടുപോവാൻ. തപസ്വികളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോയി സുഖമായി പാർപ്പിക്കും. അതിന് കൊണ്ടുവന്നതാ. ദശശതനയനേ വീക്ഷ്യമാണ് ദശരഥപുത്ര സുഷേവിഷൈവ ജാത മനസിജ ശരഭംഗകാരി വൃത്തേ മനസി മുനേ ശരഭംഗ നാമഭാജ. ശരഭംഗൻ എന്ന മുനിക്ക് ദേവേന്ദ്രൻ വന്ന് വിളിക്കുന്നു, വരൂ സ്വർഗത്തിലേക്ക് സ്വാഗതം എന്ന്. രാമനെ കാണലാണ് സ്വർഗത്തിൽ വന്ന് സുഖിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ആനന്ദപ്രദായകം എന്ന് പറഞ്ഞു ശരഭംഗൻ. സ്വർഗത്തിൽ ചെന്നാൽ എന്താ, വെറുതെ ഇങ്ങനെ ഇരിക്കാം, സുഖിച്ചിരിക്കാം. ഇവിടെ ആകുമ്പോഴോ ഭഗവാന്റെ ആ മനോഹരമായ രൂപം കണ്ട് ആനന്ദിക്കാം. സഹാമുനി ആശ്രമസ്ഥങ്കാകുസ്ഥം ആതിഥ്യേന സമാരാധ്യ. ഇന്ദ്രനോട് പറഞ്ഞു, ഇപ്പം നിൽക്കണ്ട, പൊക്കോളൂ, ഞാൻ അങ്ങയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നില്ല. സ്വർഗവാസത്തെപ്പോലും തൃണവൽക്കരിക്കാൻ തോന്നി ശരഭംഗന്. ഭഗവാന്റെ ഈ മോഹന രൂപം കണ്ട് ആസ്വദിക്കുമ്പോൾ അതിലും വലുതല്ല സ്വർഗവാസം. രാമ വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് അതിഥി സൽക്കാരമൊക്കെ ചെയ്തു. മന്ത്രബോധാം ആഹുതിമിവ ആത്മധനം അതനൂഷ്മണി തനൂനപാതി പാതയിത്വ ശാശ്വതം പദം സമാശ്രിതവാൻ. ഇന്ദ്രനെ പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയാമോ? ഇതിലും വലിയ ലോകം എനിക്ക് കിട്ടാൻ ചാൻസ് ഇരിക്കുമ്പോൾ തൻ്റെ കൂടെ ഞാനിപ്പോൾ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് എന്താ കാര്യം? സ്വർഗത്തെക്കാളും കേമമായൊരു സ്ഥലമോ? ആ ഉണ്ട്. താൻ മാറി നിൽക്കുക, തനിക്ക് കാണാം. രാമനെ അതിഥി സൽക്കാരം ചെയ്ത് ആദരിച്ചു. രാമ, എൻ്റെ ജന്മം ധന്യമായി. ഈ ശരീരത്തെ ഞാൻ ആഹുതിയായിട്ട് അർപ്പിക്കുന്നു അഗ്നിയിൽ. ആഹുതിയായിട്ട് ശരീരത്തെ അർപ്പിച്ചാൽ ബാക്കിയുള്ളത് എന്താ? ജീവൻ. ആ ജീവൻ എന്ന് പറഞ്ഞത് ആത്മാ. ആത്മാവ് ഏതിൽ ലയിക്കണം? പരമാത്മാവിൽ. അങ്ങയുണ്ടല്ലോ, ഇതാ എൻ്റെ ജീവൻ അങ്ങയിൽ ലയിക്കുന്നു, ശരീരം ഞാനിവിടെ ഉപേക്ഷിക്കണം. ഇന്ദ്രനിത് കാണുക. ശ്രീരാമൻ്റെ ആ പരമാത്മഭാവം നേരിട്ട് ഇന്ദ്രൻ കാണുന്നു. എന്നിട്ടാണ് മുന്നോട്ട് പോണത്. ശരഭംഗന് മുക്തി നൽകിയിട്ട് തതഃ തീക്ഷ്ണതപസഃ സുതീക്ഷ്ണസ്യ നിദേശേന ദേശാത് തസ്മാത് ഉച്ചലിതഃ. പിന്നെ രാമൻ മുന്നോട്ട് പോണു. സുതീക്ഷ്ണ ആശ്രമം. അവിടെ ഈ ആശ്രമത്തിൻ്റെ സവിശേഷതകൾ പറയാം. തസ്യേദമാശ്രമപദം സരസീരുഹാക്ഷി സംഖ്യാവിഹീനം മഹിമൈകനികേതനസ്യ ഭർത്ത സമസ്തസരിതാം കുപിതസ്യ ഹസ്താരവിന്ദമകരന്ദദശാം അവാപ. സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രാമൻ, ഈ ആശ്രമത്തിൻ്റെ മഹിമ കേൾക്കണോ സീതേ? 4 ശ്ലോകത്തിലാണ് അഗസ്ത്യമുനിയുടെ മഹിമ വർണ്ണിക്കുന്നത്. ഈ അഗസ്ത്യമുനി യുദ്ധകാണ്ഡത്തിൽ ആദിത്യഹൃദയ മന്ത്രം ഉപദേശിക്കുന്നു. ശ്രീരാമൻ മനുഷ്യനല്ല, ദൈവമാ. മനുഷ്യന് ആദിത്യഹൃദയ മന്ത്രം കൊണ്ട് എന്ത് കിട്ടാൻ എന്ന് ശങ്കിക്കണ്ട. ലോകരെല്ലാവർക്കും വേണ്ടിയാണ് ഈ ആദിത്യഹൃദയ മന്ത്രം. ഇവിടെ തന്നെ നമ്മൾ ആദിത്യ ഹൃദയ മന്ത്രം കൊണ്ടുള്ളൊരു ഹോമം എഴുതി വച്ചിരിക്കണം. ആദിത്യഹൃദയം നമ്മുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ എനർജിയെ നമുക്ക് തന്നെ കാണിച്ചു തരുന്ന ഒരു മഹാമന്ത്രം. രാമൻ ആദിത്യനെ സ്തുതിച്ചു. ആദിത്യൻ്റെ പ്രസാദത്തിന് താൻ പാത്രമായി എന്നറിഞ്ഞു.
വില്ല് കയ്യിലെടുത്തോ അമ്പ് തൊടുത്തോ രാവണന്റെ കഥ കഴിച്ചു. അതുവരെ ഒരു ശങ്കാവസ്ഥയിലായിരുന്നു എന്നാണ്. അത് വലിയൊരു സത്യം കാണിച്ചു തരാം. നമുക്ക് ബലമുണ്ടെങ്കിൽ പോലും ആ ബലമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ ഒരു പ്രചോദനം വേണം. ഇപ്പോൾ സ്പോർട്സ് ട്രാക്കിൽ ഓടുകയാണ് കുട്ടികൾ. ആ ട്രാക്കിന് പുറത്ത് നിന്നുകൊണ്ട് ആ ഓടണ കൂട്ടരുടെ കൂട്ടുകാർ അപ്പ് അപ്പ് വൈദേഹി, അപ്പ് അപ്പ് ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയണം. അപ്പോൾ വൈദേഹിയും ഉണ്ണികൃഷ്ണനും ഒക്കെ ഒരു ഡബിൾ അപ്പാ. കുതിച്ച 1ാം സ്ഥാനത്തെത്തി. വൈദേഹിക്കും ഉണ്ണികൃഷ്ണനും ഒക്കെ ഇത്ര വേഗം ഓടി 1ാം സ്ഥാനത്തെത്താൻ കാരണം എന്താ? അവരുടെ അപ്പ് അപ്പ് എന്നുള്ള പ്രോത്സാഹനം. അതില്ലെങ്കിലും അവർ ഓടില്ലേ ചോദിച്ചാൽ ഓടാനുള്ള കഴിവ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിപ്പോൾ അപ്പ് അപ്പ് എന്ന് പറഞ്ഞ് ഫൂ എന്ന് പറഞ്ഞ് ഊതി അവരുടെ മേലേക്ക് കയറ്റിയതൊന്നും അല്ലല്ലോ ഈ എക്സ്ട്രാ എനർജി. എനർജി ഈസ് ഓൾറെഡി ദർ. ഓൺലി തിങ് നീഡ് ടു കിൻഡിൽ, ഇളക്ക, അത്രേ വേണ്ടു. അതാണ് ഇവിടെ അഗസ്ത്യമുനി ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു. അതിന് ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം 3 തരത്തിൽ വ്യാഖ്യാനമുണ്ട് ആദിത്യഹൃദയ മന്ത്രത്തിന്. ബ്രഹ്മം എന്ന നിലയ്ക്കാണ് ആദിത്യനെ കാണുന്നത്. ഉപനിഷത്തിലും അതെ, ഈ ആദിത്യമണ്ഡലത്തിൽ ബ്രഹ്മം ഉണ്ടെന്നാണ്. നമ്മൾ സന്ധ്യാവന്ദന മന്ത്രത്തിൽ പറയുമ്പോൾ ധ്യേയസദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടി ഹാരി ഹിരൺമയ വപുഹു ധൃത ശംഖചക്ര. ഈ വട്ടത്തിൽ ഒരു തേജപുഞ്ചമായി മാത്രം കാണാതെ സവിതൃമണ്ഡല മധ്യവർത്തിയായൊരു മഹാവിഷ്ണുവിനെ അതിൽ ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പരമാത്മാവിനെ തന്നെ ആദിത്യമണ്ഡലമായി കണ്ടുകൊണ്ട് സ്തുതിക്കുന്ന മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം. ആ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ ഇത് വെറുമൊരു സാധാരണ മുനിയുടെ ആശ്രമമല്ല കേട്ടോ സീതേ. ഇദ്ദേഹം ആരാണെന്നറിയാമോ? തസ്യേദമാശ്രമപദം. അപ്രകാരമെല്ലാം ഇരിക്കുന്ന അഗസ്ത്യന്റെ ആശ്രമം. എപ്രകാരം? യസ്യ കുപിതസ്യ അസ്താരവിന്ദ മകരന്ദദശാം അവാപ. ഒരു ഘട്ടത്തിൽ ചില രാക്ഷസന്മാരൊക്കെ കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചു. ഒളിച്ചാൽ പിടികിട്ടില്ല എന്നാ വിചാരല്ലേ? സകലെണ്ണത്തിനെ ഞാനിപ്പോൾ ശരിപ്പെടുത്തി തരാം. അതിനാദ്യം വേണ്ടത് എന്താ? കടൽ വറ്റിക്കുക. കടൽ വറ്റിക്കാൻ എത്ര HP മോട്ടർ വേണം? ഒരു 10,000 ഹോഴ്സ് പവർ മോട്ടറിനെ പറ്റുമോ കടൽ വറ്റിക്കാൻ? പറ്റില്ല. വെറുതെ എറണാകുളം പാർക്കിൻ്റെ അവിടെ ഒരു 10,000 ഹോഴ്സ് പവർ മോട്ടർ കൊണ്ടുവയ്ക്കുക, പമ്പ് ചെയ്യുക, നേരെ വെമ്പനാട്ട് കായലിലേക്ക് വിടുക. ഇവിടെ വല്ലതും കുറയോ വെള്ളം? സമുദ്രത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കണോ കായലിലേക്ക്? അങ്ങനെയാണ്. രാക്ഷസന്മാർ സമുദ്രത്തിൽ പോയി ഒളിച്ചപ്പോൾ അവരെ നിഗ്രഹിക്കാനായിട്ട് ആദ്യം തന്നെ അദ്ദേഹം ചെയ്ത് ആ വെള്ളം അങ്ങനെ ഇങ്ങോട്ട് എടുത്തു. ഒരാചമനം, ഒറ്റ ആചമനം, കടൽ വെള്ളം അങ്ങനെ എടുത്തു. ഒറ്റ ആചമനത്തിൽ കടൽ വെള്ളം കുടിച്ച് വറ്റിച്ച ആളാണ് സീതയെ ഈ അഗസ്ത്യമുനി. അടുത്ത ശ്ലോകത്തിൽ ഇഹ സമതഗജേന്ദ്രന്യസ്തഹസ്താരി ഭാരാത് പഥി നിയമിത ശാഖ സല്ലകീ വൃക്ഷ ഏഷ അഭിനയതി നികാമം സംഗതോച്ഛ്രായ ഹാനി മുനിവര കരപാതാത് ഭുഗ്നവിന്ധ്യാ ത്രിമുദ്രാം. ദേവി ഭാഗവതത്തിൽ വരുന്ന ഒരു കഥയാണ് വിന്ധ്യപർവ്വതത്തെ താഴ്ത്തിയ കഥ. വിന്ധ്യപർവ്വതത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ നാരദൻ വന്നിട്ട് പറഞ്ഞു, താനും പർവ്വതമാ, ഹിമാലയവും പർവ്വതമാ, സുമേരുവും പർവ്വതമാ. പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിലെഴുത്തുന്ന ശരിയാവണ്ടേ എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ ഒരു മുഖവരയൊന്നും കൂടാതെ നേരിട്ട്
തലയിലെഴുത്തിനെ പറ്റി പറയണത് എന്ന് ചോദിച്ചു നാരദനോട് വിന്ധ്യൻ. അപ്പോൾ ഹിമാലയത്തിനും മേരുപർവ്വതത്തിനും കൈവന്ന ഭാഗ്യം പർവ്വതമായിരുന്നിട്ടും വിന്ധ്യ തനിക്ക് കിട്ടിയില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം വിന്ധ്യനൊരു പരിഭവമായി. അയ്യോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അവരെക്കാൾ ഒരു സ്റ്റാറ്റസ് കൂടാൻ മേരുപർവ്വതത്തെ ചുറ്റി സൂര്യൻ പ്രദക്ഷിണം വയ്ക്കുന്നു, തനിക്കതിന് യോഗം ഉണ്ടായില്ലല്ലോ, ഇന്നുണ്ടാക്കാമെന്ന് വെച്ചു. പിറ്റേ ദിവസം വിന്ധ്യൻ വളർന്നു വലുതായി. മേരുപർവ്വതത്തെ സൂര്യൻ പ്രദക്ഷിണം ചെയ്യണമെന്ന് കാണട്ടെ എന്നാണ്. എന്ത് കാണുന്നത്? പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയില്ല. തേര് ചെന്ന് മുട്ടി. സാരഥിയോട് ചോദിച്ചു സൂര്യൻ, എന്താ ഗതി? സൂര്യൻ്റെ ഗതി ഒരു അര സെക്കൻഡ് പോലും നിൽക്കാൻ പാടില്ല. അപ്പോഴാ പറഞ്ഞ വിന്ധ്യപർവ്വതത്തിൽ വന്ന് മുട്ടി നിൽക്കുക. വലിയ പ്രശ്നമായി, വലിയ പ്രശ്നമായി. എന്താ അങ്ങനെ? സൂര്യൻ നീങ്ങിയില്ലെങ്കിൽ ദശമി കഴിഞ്ഞ് ഏകാദശി വരുമോ? ഏകാദശി കഴിഞ്ഞ് ദ്വാദശി വരുമോ? ആളുകൾക്ക് പുണ്യകർമ്മം ചെയ്യാൻ എന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുമോ? നക്ഷത്രം അറിയാമോ? തിഥി അറിയാമോ? എല്ലാം സ്തംഭിച്ചു. എപ്പോഴും നട്ടുച്ച, ചിലയിടത്ത് എപ്പോഴും നട്ടുച്ച, ചിലയിടത്ത് എപ്പോഴും അർദ്ധരാത്രി. ഈ ഒരു ദുരവസ്ഥ മാറ്റാൻ എന്ത് വേണ്ടു? വിന്ധ്യൻ താഴണം, എന്നാലേ പറ്റും. വിന്ധ്യൻ താഴാൻ എന്താ വഴി? വെറുതെ ഒരാൾ ചെന്ന് താഴാൻ പറഞ്ഞാൽ താഴില്ല. അഗസ്ത്യനെയാണ് പറഞ്ഞയച്ചത്. അഗസ്ത്യൻ വന്നു. എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, വിന്ധ്യനും ബഹുമാനമാണ്. മഹർഷി നമസ്കാരം, ഞാൻ എന്താ ചെയ്തു തരേണ്ടത് ചോദിച്ചു. എനിക്കൊന്ന് തെക്കോട്ട് പോകണം. തനിക്ക് കാണാമല്ലോ എനിക്ക് അത്ര വലിയ ദേഹമൊന്നുമില്ല. ഇത്രയും പൊക്കത്തിൽ താൻ വളർന്നു നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് താണ്ടാൻ പറ്റുക? കയറണ്ടേ? കോണിപ്പടി കയറും പോലെ കയറണ്ടേ? അവിടെ താണ്. ആന പുറത്തേക്ക് കയറണേ കാല് മടക്കണില്ലേ ആന? അതുപോലെ താനൊന്ന് മടങ്ങുക. മടങ്ങി അക്കരയ്ക്ക് പോയ ഉടനെ പറഞ്ഞു, ഞാൻ മടങ്ങി വരും വരെ ഇതേ പൊസിഷനിലിരിക്കണം കേട്ടോ. ദേവന്മാരുടെയും മറ്റും ഗുണത്തിന് വേണ്ടി പിന്നീട് വിന്ധ്യപർവ്വതം പൊങ്ങിയതേ ഇല്ല. അഗസ്ത്യൻ തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്കോട്ട് പോയതുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് സീതേ ഈ ആശ്രമത്തിലിരിക്കുന്ന അഗസ്ത്യൻ. ഇത് രണ്ടാമത്തെ ശ്ലോകം. ഇനി മൂന്നാമത്തേത്. തസ്മിൻ മഹാപദ്ധതിയാം വദനം വിഗാഹ്യാം നിർഗന്ധമക്ഷമതയാ ജഠരേലുഢദ്ഭിഃ വന്യേർഗജൈരജഗരാഃ പിശിതാശനേഭ്യോ വാതാപി ദാനവദശാം ഉപദേശയന്തി. വാതാപി ഇൽവലൻ എന്ന രണ്ട് ഭയങ്കരന്മാർ, അവർ ഒരാശ്രമം പോലെ കെട്ടി രണ്ട് മുനിമാരെ പോലെ എങ്ങനെ ഇരിക്കും? ആ വഴിയെ പോണവരെയൊക്കെ ക്ഷണിക്കും. ശ്രാദ്ധമാണ്, അത് കഴിഞ്ഞിട്ട് പോകാം എന്ന്. അങ്ങനെ അവരെ ക്ഷണിച്ച് ആശ്രമത്തിലിരുത്തും. അതിലൊരുത്തൻ ഡിസപ്പിയർ ചെയ്യും, ഒരാൾ മാത്രം ഉണ്ടാവും. ആ ഡിസപ്പിയർ ചെയ്തവൻ ആട് പോലെ മാറും. എന്നിട്ട് ആടിൻ്റെ മാംസമൊക്കെ തയ്യാറാക്കി ഇങ്ങേർക്ക് വിളമ്പും. ഇദ്ദേഹം ഇത് കഴിക്കും. കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരുണ്ടായിരുന്നല്ലോ. എന്താ പേര്? വാതാപി. നീ ഇല്ലുവൽ അല്ലേ? ഇല്ലുവല. വാതാപി എവിടെ? ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ടാവണമല്ലോ. ഇല്ലുവൽ അഭിനയിക്കുക, നാടകമാ. ഇവിടെ എങ്ങാനൊക്കെ കാണണമല്ലോ. വാതാപി എന്ന് വിളിച്ചു. അപ്പൊ കുണ്ടങ്കണറ്റെന്ന് വിളി കേൾക്കും പോലെ എന്തോ എന്ന്. അപ്പൊ ഇല്വലൻ പറഞ്ഞു, അങ്ങയുടെ വയറ്റിന്ന് കേട്ടോ വിളി കേൾക്കണേ. എൻ്റെ വയറ്റിലെങ്ങനെ അവൻ കയറി? മാംസമായിട്ട് അവൻ മാറി. അപ്പം എന്നെ നിങ്ങൾ മാംസം തീറ്റിച്ചോ എന്നൊക്കെ പറഞ്ഞ് കോപിക്കുമ്പോഴേക്കും വാതാപി വയറ് കീറി പുറത്തേക്ക് വരും. പെങ്ങേരെ കൊല്ലും. എന്നിട്ട് വാതാപിയും ഇൽവലനും കൂടി ഈ മുനിയുടെ ആഹാരം, മുനിയൊക്കെ ഇതാണ് സ്ഥിരം പതിവ്. അഗസ്ത്യൻ ഒരു ദിവസം വരിക, ഇതേ നാടകം അവരരങ്ങേറി. വാതാപി എന്ന് വിളിച്ചു. അഗസ്ത്യൻ വയറൊന്ന തടവി, ഒരടി. എന്നിട്ട് ഇല്ലല്ലനോട് പറഞ്ഞു, വാതാപി വരില്ല കേട്ടോ, അവൻ സമാധിയായി. അന്ന് മുതൽ ആളുകൾക്ക് ഇല്ലല്ലനെ കൊണ്ടും വാതാപിയെ കൊണ്ടുമുള്ള ഉപദ്രവം നീങ്ങി. അതാണ് മൂന്നാമത്തെ യോഗ്യത.
സമുദ്രമാചമനം ചെയ്തു. 1, വിന്ധ്യപർവ്വതത്തെ താഴ്ത്തി. 2, ഇതാ ഇല്വലനെയും വാതാപിയെയും നിഗ്രഹിച്ച് ജനങ്ങൾക്ക് ഇരിക്കപ്പൊറുതിയാക്കി. 4-മത്തേത് ചുളുകഗത സമുദ്രാസ്വാദനേ കുംഭയോനേ ഇതരകര നിരസ്താമക്ഷികോത്സാരീത്യ ഗഗനഗതിവിഹീനായേ ഘനാപ്പൽവലന്തേ വിപിനമഹിഷവേഷൈഃ കേവലം തേ വലന്തേ. അങ്ങനെയുള്ള അഗസ്ത്യാശ്രമത്തിലാണ് നാം എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അഗസ്ത്യമുനി അവരോട് പറഞ്ഞു, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, അങ്ങ് ഈ വഴി വരുമെന്നും എനിക്കറിയാം. വരുമ്പോൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാനായി ദേവേന്ദ്രൻ ചില ആയുധങ്ങളൊക്കെ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അങ്ങയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാം എന്ന് പറഞ്ഞു.